Hi guys, welcome back to Car Garage. Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ഒരു എർട്ടിക, ഗ്രേ കളർ എർട്ടിക നമ്മൾക്ക് പെയിൻറ്റിങ് അല്ല പോളിഷിനായിട്ട് കുറച്ച് ഡോർമ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോളിഷിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വീല് ഒരു ഫാൻറ്റം ബ്രൗൺ കളർ അടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് അടിക്കണം. ബാക്കിൽ ഡിക്കിയുടെ ഗാർണിഷ് ഗ്ലോസി ബ്ലാക്ക് അടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വർക്കിംഗ് പ്രോഗ്രസ്സും കാണാം. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് വണ്ടി നോക്കാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ അയച്ചു തരണം കേട്ടോ നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ. ഇത് ചെയ്തിട്ട് എങ്ങനെ നന്നായിരുന്നു അതോ മോശമായിരുന്നു എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ബോക്സിലിട്ടേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ക്രോം വരുന്ന ഭാഗങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ട് ആ സെൻറ്ററിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടല്ലോ അത് റെഡ് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുന്ന ഒരു എർട്ടികയാണ് കേട്ടത്. ഫുള്ളായിട്ട് പോളിഷിങ് ഉണ്ട് വണ്ടിക്ക്. ഇതിപ്പോൾ നമ്മൾ ഈ സൈഡ് ഡാമേജ് ആയിരുന്നു, ഇടിച്ചിട്ടുണ്ടായിരുന്നു ഡോറ്. അതിപ്പോഴത്തേ ഫുള്ളായിട്ട് ഡെൻറ്റ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്തു. ഡെൻറ്റ് ഉണ്ടായിരുന്നു, പൊടിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വണ്ടി കട്ട് ചെയ്ത് പോളിഷ് ചെയ്യും. അതുപോലെ തന്നെ അലോയ്സ്, ഇതിൻ്റെ അലോയ്സ് ഫാൻറ്റം ബ്രൗൺ എന്ന് പറഞ്ഞ പോർഷനിൽ തന്നെ കളർ അടിക്കുക ചെയ്യണത് കേട്ടോ. നമ്മളിപ്പോൾ എർട്ടികയുടെ ഈ ഒരു പറഞ്ഞ ഭാഗം ഇത് ഗ്ലോസി ബ്ലാക്ക് അടിക്കുന്നു. അതുപോലെ തന്നെ അലോയ് വീൽ ഫാൻറ്റം ബ്രൗൺ തന്നെ കളർ അടിക്കുന്നു. അതേപോലെ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു അലോയ് വീൽസിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു ഭാഗം ഇതും ഗ്ലോസി ബ്ലാക്ക് അടിക്കുന്നു. ക്രോം മാറ്റിയിട്ട് പോസ്റ്റ് കോട്ടിങ് ആദ്യം അടിച്ചാണ്, അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാൻറ്റം ബ്രൗൺ അലോയ്ക്ക് അടിച്ചു കേട്ടോ. അപ്പോൾ ക്ലിയർ കോട്ടെല്ലാം അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അലോയ്. നമ്മുടെ എർട്ടികയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സെൻറ്ററിലെ ഗ്രില്ല് കാണിച്ചുതരാം. എന്താ ഈ ഒരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അത് മാസ്കിങ് അയക്കാനുണ്ട്. ഇനിയിപ്പോൾ പോളിഷിങ് കഴിഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഫുൾ പോളിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് സാൻഡ് പേപ്പർ ഇട്ടിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അലോയ് പെയിൻറ്റിങ് ചെയ്ത് അതിൻ്റെ സെൻറ്റർ വയ്ക്കാൻ ബാക്കിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ കംപ്ലീറ്റ് ആയി. നല്ല മഴയാണ് കേട്ടോ. അത് കാരണമാണ് ഇങ്ങനെ വീഡിയോ എടുക്കണത്. ഫ്രണ്ടിലെ ഗ്രില്ല് ഇതേ ഗ്ലോസി ബ്ലാക്ക് അടിച്ചു. അതുപോലെ ആ ലൈൻ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം, പെയിൻ്റ് അടിക്കല്ല. ലൈൻ നമ്മൾ റെഡ് അടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായില്ലേ. അതുപോലെ തന്നെ പോഗുലാൻ്റെ ആ വരുന്ന ക്രോം ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ വെയിലിലേക്ക് വരും വേണ്ട ഫാൻറ്റം ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ് അടിച്ചാണത്. വെയിലിൽ ഗ്ലോസി ഫിനിഷിങ് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാൻറ്റം ബ്രൗൺ കേട്ടോ, ബ്ലാക്ക് അല്ല അത്. പിന്നെ ഫുള്ളായിട്ട് വണ്ടി പോളിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഡിക്കിയുടെ ക്രോമ് ഫിറ്റിങ് ബാക്കിയാണ്. ഇതിൻ്റെ ബാക്കിലെ ലുക്ക് ഇങ്ങനെയായി കേട്ടോ. ബാക്കിലെ ലുക്ക് നമ്മളെ എസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതും ക്രോം ഉണ്ടായത് ഗ്ലോസി ബ്ലാക്ക് അടിച്ചു. അതുപോലെ ആ ഒരു ഭാഗം ഗ്ലോസി ബ്ലാക്ക് അടിച്ചു. അപ്പോൾ അതേ വാച്ച് ഇടുന്നു, ലാസ്റ്റത്തെ വാച്ച് ഇടുന്നു. അലോയ് വന്നപ്പോൾ വണ്ടി ഈ ഒരു ടൈപ്പായി. ഇത് നമ്മൾ ഇതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ പോളിഷിങ് ചെയ്താണിത്. പിന്നെ ഈ സൈഡ് ഡോറ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഇടിച്ചിട്ടുണ്ടായിരുന്നു, ഇടിച്ചുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു ഈ സൈഡ് ഡോറ്. ആ ഡോറ് നമ്മൾ ഡെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ട്. അവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോറും ആ ഒരു ക്വാർട്ടർ പാനലും പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടായ പെയിൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുകയാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സ്റ്റൈലിൻ്റെ പെയിൻറ്റിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അത് ഫുള്ളായിട്ട് റീഅസംബ്ലിങ് ചെയ്യണ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്തത് വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.